നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പാർവതി, എന്താ പ്രശ്നം? വിശാൽ സാർ പറഞ്ഞത് സത്യോ? എനിക്ക് നല്ല പേടിയുണ്ട്. പുറത്തുനിന്ന് ആരെയും ഈ വീട്ടിൽ കയറാൻ അനുവദിക്കരുത് വിശാൽ സാർ, അത് അപകടമാണ്. പാർവതി, കിടപ്പ് രോഗികളുള്ള വീടുകളിലെല്ലാം ഇപ്പൊ ഓരോ ഹോം നഴ്സിനെ വയ്ക്കാറുണ്ട്. അച്ഛനെ നന്നായി നോക്കാൻ അവർക്ക് തന്നെ കഴിയില്ലെന്ന് തോന്നിയതുകൊണ്ടാവാം അമ്മയും പ്രതാപനങ്ങളും ഹോം നഴ്സിനെ കുറിച്ച് ചിന്തിച്ചത്. നന്നായിട്ട് കെയർ ചെയ്യണം പാർവതി. അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും കിടത്തുമൊക്കെ വേണം. ഇല്ലെങ്കിൽ ബെഡ് സോർ വരാൻ സാധ്യതയുണ്ട്. ഒരു ഹോം നഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അവർ ശ്രദ്ധിച്ചോളും. അച്ഛനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നല്ലേ വിശാൽ സാർ പറഞ്ഞത്? ആശുപത്രിയിലേക്ക് മാറ്റിയ അവിടെയുള്ള നഴ്സുമാര് അതൊക്കെ ശ്രദ്ധിക്കുമല്ലോ. പക്ഷേ പാർവതി, അച്ഛൻ എഴുന്നേറ്റ് നടക്കുന്നത് വരെ ആശുപത്രി കിടത്താൻ പറ്റില്ലല്ലോ. പ്രതാപനങ്ങൾ പറഞ്ഞതുപോലെ അച്ഛന് അതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ഹോം നഴ്സിനെ നിർത്തുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാ വിശാൽ സാറിന് പോലും മനസ്സിലാവാത്തത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ അതൊന്ന് തുറന്നു പറഞ്ഞേ. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാ വിശാൽ സാർ. ഒരു കയ്യും കുത്തിവെക്കാനുള്ള സൂചിയും കയ്യിലെടുത്ത് അച്ഛനെ. ആ രൂപം എനിക്ക് വ്യക്തമല്ല. മരുന്നും സൂചിയുമായിട്ട് വന്ന് കുത്തിവെക്കണമെങ്കിൽ അത് വിശാൽ സാർ പറയുന്ന പോലെ ഒരു ഹോം നഴ്സ് തന്നെ ആയിരിക്കില്ലേ? ഉദയന്നൂരമ്മ മനസ്സിൽ കാണിച്ചു തരുന്നതിന് മുമ്പേ ഗായത്രിയമ്മ പറഞ്ഞു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അത് സംഭവിക്കും വിശാൽ സാറേ. ഹോം നഴ്സ് അച്ഛനെ അപായപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാ ഹോം നഴ്സ്? ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പക്ഷേ പാർവതി, നീ അച്ഛനെ നോക്കുന്നതിൽ അമ്മയ്ക്കും ആന്റിക്കും തീരെ താല്പര്യമില്ല. പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് അവരോട് പറയാനും കഴിയില്ല. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയാണ്. ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയില്ലെന്ന് അമ്മയെ ആന്റിയൊക്കെ ചോദിക്കും. അവരോട് ഞാൻ എന്താ പറയുക? എനിക്കറിയില്ല വിശാൽ സാർ. ഗായത്രി അമ്മയുടെ കരഞ്ഞ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഗായത്രി അമ്മ മടങ്ങിയത്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ആ ആത്മാവിന്റെ ശാപം എന്റെ തലയിൽ വന്ന് വീഴും. സംഭവിച്ചു പോയാലെന്നല്ല, അത് സംഭവിക്കും. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. നീ ഒന്ന് പേടിക്കാതിരിക്കുക പാർവതി. ഈ വീട്ടിൽ വെച്ച് നടക്കുന്നതല്ലേ നീ കണ്ടത്? നമ്മളൊക്കെ അല്ലേ ഈ വീട്ടില്? ഒന്നും സംഭവിക്കില്ല. എപ്പോഴും കാവല് നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ വിശാൽ സാർ. എന്റെ സേവനം അടുക്കളയിൽ മതിയെന്നാ അപ്പച്ചിയും അമ്മയും ഒക്കെ പറയുന്നത്. അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഒച്ച വയ്ക്കാൻ പോലും കഴിയില്ല അച്ഛന്. നമ്മൾ ആരും അതറിയില്ല. എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധികം സമയമൊന്നും വേണ്ട വിശാൽ സാർ. പാർവതി, അമ്മയപ്പച്ചയും ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു. അത് ധിക്കരിച്ച് ഞാൻ അച്ഛന്റെ മുറിയിൽ ചെന്നോ? അപ്പച്ചി പറഞ്ഞത് വിശാൽ സാറും കേട്ടതല്ലേ? ഞാൻ അച്ഛനെ കൊല്ലാൻ പോയതാണെന്ന്. ഹോം നഴ്സ് അച്ഛനെ അപായപ്പെടുത്തിയാലും അതും എന്റെ തലയിലാവും വരിക. അതെ, നീ വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. സംഭവിക്കാൻ പാടില്ല. വിശാൽ സാറിന്റെ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ഞാനുണ്ടാവും. നീ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് നമ്പ്യാരെ നീ പോയൊന്ന് കാണണം.
പറ്റിയാൽ അവിടെ ഇരുന്നിട്ട് വക്കീലിനെ കൊണ്ട് എന്നെ ഒന്ന് വിളിപ്പിക്കുകയും വേണം. കാര്യങ്ങൾ ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. ഭർത്താവ് മരിച്ചാൽ അയാളുടെ സ്വത്തുവകകൾക്ക് ഭാര്യയ്ക്ക് ഒരു അവകാശവും ഇല്ലേന്ന് എനിക്കറിയണം. അതറിഞ്ഞിട്ട് വേണം തീരുമാനങ്ങൾക്കൊരു അടിവരയിട്ട് ഉറപ്പിക്കാൻ. പാർവതി, നിന്നെ ഞാൻ എത്ര വിളിച്ചു. ഞാൻ കേട്ടു ഗാർഗി. താഴേക്ക് വരുന്ന വഴി കോടതിയിലേക്കൊന്ന് കയറേണ്ടി വന്നു. കോടതിയിലോ? നീ എന്താ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നേ? ഗാർഗി അന്വേഷിച്ച് ഞാൻ താഴേക്ക് വരുമ്പോ അമ്മ അപ്പച്ചയും കൂടി എന്നെ തടഞ്ഞു നിർത്തി വിചാരണ തുടങ്ങി. എന്ത് വിചാരണ? സരളേച്ചിയെ ഞാൻ എന്തിനാ ഇവിടെന്ന് പറഞ്ഞു വിട്ടേന്ന്. അതിന് അവരെ പറഞ്ഞു വിട്ടത് അമ്മ തന്നെയല്ലേ? അതെ, പക്ഷേ ആ കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാനാ ശ്രമം. ജാസ്മിനെ പുറത്താക്കിയ അധികാരം സരളയുടെ കാര്യത്തിൽ ഞാൻ എടുത്തോ എന്നാ ചോദിച്ചത്. ഹാ, അതവിടെ നിക്കട്ടെ. നിന്റെ റൂമിലെ ഇപ്പൊ ഒരു മോഷണ ശ്രമം നടന്നു. ഞാനത് കയ്യോടെ പൊക്കി. എന്റെ മുറിയിന്ന് ആരെന്ത് മോഷ്ടിക്കാനാ? ജാസ്മിൻ, അവൾക്ക് ആ റൂമിൽ നിന്ന് എന്തോ എടുക്കാനുണ്ട്. അത് അവളുടെ തന്നെ എന്തോ ആണ്. ഞാൻ ചോദിച്ചപ്പോഴേ അവള് കുറെ കള്ളം പറഞ്ഞു. അതിന് അവളുടെ ഒരു സാധനവും ആ മുറിയിലില്ലല്ലോ. ഞാൻ അവിടെയൊക്കെ തൂത്തു തുടച്ച് നല്ല വൃത്തിയാക്കിയതുവാ. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് സെർച്ച് ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും ആണെങ്കിലോ. എന്റെ മുറിയില് അവിടെ ഒന്നും ഇല്ല ഗാർഗി. ഇനിയിപ്പോ നിനക്ക് നിർബന്ധമാണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാം. ഇന്ന് രാത്രി തന്നെ വേണമെന്നില്ലല്ലോ. വേണ്ട, എപ്പോഴെങ്കിലും. അപ്പൊ ശരിയേ, ഗുഡ് നൈറ്റ്. അയ്യോ, പിന്നെ ഞാൻ നിന്നെ അന്വേഷിച്ച കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. നാളെ എനിക്കൊരു ഷൂട്ടുണ്ട്. അതിന് നിന്റെ ഒരു സഹായം വേണം. അയ്യോ ഗാർഗി, നാളെയൊന്നും എനിക്ക് തീരെ സമയം ഉണ്ടാവില്ല. അച്ഛന്റെ കാര്യങ്ങൾ എനിക്ക് തന്നെ നോക്കണം. അടുക്കള കാര്യങ്ങളും അതും ഞാൻ തന്നെ നോക്കണം. വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കുകയും വേണം. ഇതിനിടയില് എനിക്ക് എപ്പോഴാ സമയം? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏതോ ഒരു ഹോം നഴ്സ് വരുന്നുണ്ടെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. വേണ്ട, അങ്ങനെ ആരും വേണ്ട ഇവിടെ. അത് അപകടമോ ഗാർഗി? അച്ഛന്റെ ജീവന് ആപത്ത് സംഭവിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? സത്യം ഗാർഗി, ഉദയന്നൂരമ്മ എന്റെ മനക്കണ്ണിൽ കാണിച്ചു തന്നതാ. അതിനെ സമ്മതിക്കരുത് ഗാർഗി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.